പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദിവ്യകാരുണ്യ ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, ദൈവത്തിന് പ്രത്യേക നിയോഗത്താൽ ഒരു വിവാഹം ഞാൻ തന്നെ ആശീർവദിക്കണമെന്നുള്ള കുടുംബത്തിൻ്റെ ആഗ്രഹപ്രകാരം ഞാൻ കുറേ ദീർഘദൂരം യാത്ര ചെയ്ത് തലേദിവസം തന്നെ ആ ഭവനത്തിൽ ചെന്ന് ഒന്ന് പ്രാർത്ഥിക്കുവാനിടയായി. പിറ്റേ ദിവസത്തെ വിവാഹത്തിന് വേണ്ടി അങ്ങനെ പ്രാർത്ഥിക്കുവാൻ ആ കുടുംബത്തിൽ ചെന്ന് ചേരുമ്പോൾ വിവാഹത്തിൻ്റെ വധുവിന് വരനെയും സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ആ കുടുംബത്തിലെ വരന് വേണ്ടി ഞാൻ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം ആ പ്രാർത്ഥന കഴിഞ്ഞ ഉടനെ തന്നെ അപ്പോൾ ആ പ്രാർത്ഥന മുറി നിറച്ചും ആൾക്കാരുണ്ടായിരുന്നു. ആ മുറിയിലുള്ള എല്ലാവരും തന്നെ ലൈനായിട്ട് വന്ന് ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം കൈകൂപ്പി നിന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെടുകയും അങ്ങനെ ഏകദേശം ആ പ്രാർത്ഥനാ ശുശ്രൂഷകളെ ഒരു 1.5 മണിക്കൂറോളം നീണ്ടുപോവുകയും ചെയ്തു. ഓരോ സമയങ്ങളിൽ ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നുണ്ടായിരുന്നു. കാരണം ദൈവത്തിന് അനാദിയിലെ അത്ഭുത പ്രവൃത്തിയാണത്. കാരണം ദൈവം പ്രചോദിപ്പിച്ചാണ് മക്കൾ പ്രാർത്ഥനാ ശുശ്രൂഷയ്ക്കായിട്ട് അല്ലെങ്കിൽ ദൈവത്തിന് അനുഗ്രഹം തേടുന്നതിനായിട്ട് വരിവരിയായിട്ട് നിൽക്കുക. പലപ്പോഴും എന്നെ പലയിടങ്ങളിലും ഇത് അതിശയിപ്പിച്ചിട്ടുണ്ട്. കാരണം ദിവ്യകാരുണ്യനാഥനെ ഞാൻ സ്നേഹിക്കുന്നതുകൊണ്ടാകാം, ദിവ്യകാരുണ്യനാഥന് മുമ്പിൽ എഴുന്നള്ളിച്ച് വെച്ച് പ്രാർത്ഥിക്കുന്നതുകൊണ്ടാകാം, എവിടെ ചെന്നാലും പ്രാർത്ഥനയുടെ ആ ആഭിമുഖ്യം അത് അവിടെ ആയിരിക്കുന്ന എല്ലാവരിലേക്കും ദൈവത്തിന് ആത്മാവ് നൽകുന്നു. അത് എന്നെയും ഒത്തിരി സന്തോഷിപ്പിക്കാറുണ്ട്. ദൈവം എത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്നു, ദൈവം എത്രമാത്രം നമ്മളിലൂടെ പ്രവർത്തിക്കുന്നു, ദൈവം എത്രമാത്രം പൗരോഹിത്യത്തെ വിലമതിക്കുന്നു, ദൈവം എപ്രകാരം ഓരോ പൗരോഹിത്യയും ഓരോ പുരോഹിതനെയും സ്വീകരിക്കുന്നു എന്നുള്ളത്. ഹെൻറി ലെബ്ലാക്ക് പ്രകാരമാണ് പറയുക: ദിവ്യകാരുണ്യം സഭയെ പടുത്തുയർത്തുന്നു, സഭ ദിവ്യകാരുണ്യത്തെ പടുത്തുയർത്തുന്നു. അതെ, ഓരോ പുരോഹിതരും സഭയിലാണ് പ്രവർത്തിക്കുക, പൗരോഹിത്യത്തിന്റെ ശുശ്രൂഷ സഭയിലാണ് നിർവഹിക്കുക. അതുകൊണ്ടാണ് അപ്രകാരം പറയുക: ദിവ്യകാരുണ്യം സഭയെ പടുത്തുയർത്തുന്നു, സഭ ദിവ്യകാരുണ്യത്തെ പടുത്തുയർത്തുന്നു. രണ്ടാമത്തെ കൗൺസിൽ സ്നേഹത്തിന്റെ കൂദാശ എന്ന പ്രമാണരേഖയില് 94 ഖണ്ഡികയിൽ ഇപ്രകാരം പറയുന്നുണ്ട്: സഭാജീവിത കേന്ദ്രമായ പരിശുദ്ധ കുർബാന ഉറച്ചു വിശ്വസിക്കപ്പെടേണ്ടതും ഭക്തിയോടെ ആഘോഷിക്കപ്പെടേണ്ടതും ഊഷ്മളതയോടെ ജീവിക്കേണ്ടതുമായ ദിവ്യ രഹസ്യമാണ്. അത് നമ്മുടെ ശ്രദ്ധാകേന്ദ്രം പരിശുദ്ധ കുർബാന ആയിരിക്കണം. നമ്മളതിൽ ഉറച്ചു വിശ്വസിക്കണം, അത് ഭക്തിയോടെ ആഘോഷിക്കണം, അത് ഊഷ്മളതയോടെ ജീവിക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ ജീവിതം അങ്ങനെയാക്കി മാറ്റണം. എക്ലേസ്യ യൂക്കറിസ്ത 36 നമ്പറിൽ ഇപ്രകാരം പറയുന്നുണ്ട്: സഭ അവളുടെ ജീവൻ സ്വീകരിക്കുന്ന സ്രോതസ് ദിവ്യകാരുണ്യമാണ്. സഭയുടെ ഐക്യത്തിന്റെ കൗദാശിക അടയാളമാണ് ദിവ്യകാരുണ്യം. ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായം 19-ാം തിരുവചനം പറയുന്നു: ജനങ്ങളെല്ലാം അവനെ ഒന്ന് സ്പർശിക്കുവാൻ അവസരം പാർത്തിരുന്നു, എന്തെന്നാൽ അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിയിരുന്നു. അതെ, പൗരോഹിത്യത്തിന്റെ ശ്രേഷ്ഠത ദിവ്യകാരുണ്യത്തിന്റെ ശക്തിയാണ്. പുത്രൻ തമ്പുരാന്റെ കരമഹിമയാണ്. ഓരോ പുരോഹിതനും പ്രാർത്ഥിക്കുമ്പോഴും ഈശോ തന്നെ സന്നിഹിതനാകുന്നു, അവൻ തന്നെ പ്രവർത്തിക്കുന്നു. ദൈവത്തിൽ നിന്നാണ് ദിവ്യകാരുണ്യത്തിൽ നിന്ന ശക്തി അപ്പോൾ പുറപ്പെടുക. നമുക്ക് ദിവ്യകാരുണ്യനാഥനെ വിശ്വസിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദിവ്യകാരുണ്യമേ, ആര് അങ്ങേ ആശ്രയിച്ചാലും ആരെയും ഉപേക്ഷിക്കാത്ത ശക്തി സ്രോതസ്സെ, കൃപ തോന്നി കാരുണ്യം ഭക്ഷിക്കണമേ. നിങ്ങളുടെ ശുശ്രൂഷകളിലോ നേരിട്ടൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റാത്ത മക്കൾക്ക് ഇപ്പോൾ ഈ ആശീർവാദ സമയം അനുഗ്രഹമാകട്ടെ. ഈ ദിവ്യകാരുണ്യം തന്നെ നേരിട്ട് അവരെ സ്പർശിക്കട്ടെ, അവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കട്ടെ. പരിശുദ്ധാത്മ അഭിഷേകത്താൽ അവർ പൂരിതരാകട്ടെ. നമ്മുടെ കർത്താവ് ശംസിയുടെ കൃപയും പിതാവായ ദൈവത്തിന് സ്നേഹവും പരിശുദ്ധാത്മ സംസർഗവും ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദവും നമ്മുടെ എല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദിവ്യകാരുണ്യമേ, ശോഭയാലെന്നുള്ളം തെളിയും ജ്വലിക്കുന്നൊരഗ്നിയാം ദിവ്യകാരുണ്യമേ, ശോഭയാലെന്നുള്ളം തെളിയും ദിവ്യാഗ്നിതൻ ശക്തിയാലെന്റെ ഹൃദയം ശുദ്ധീകരിക്കണേ നാഥ. ദിവ്യാഗ്നിതൻ ശക്തിയാലെന്റെ ഹൃദയം ശുദ്ധീകരിക്കണേ നാഥ. ദിവ്യകാരുണ്യനാഥ.